ഇന്ന് അന്നേരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാവരെയും കാണിച്ചു തരാം. അപ്പോൾ ഒരു 2 കിലോ ബീഫ് കറി വെക്കാനാണ്, ബീഫ് കറി വെക്കാനാണ്. 2 കിലോ ബീഫ് കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് 1/2 കിലോ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 150 ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചു, ഒരു 10-15 കല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, കരിയാപ്പല, ഇത്ര സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബീഫ് അടപ്പിലോട്ട് ഞാൻ വയ്ക്കാൻ പോവുകയാണേ. അപ്പോൾ ബീഫിലോട്ട് ഞാൻ ഒരു 2 സ്പൂണ് 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. കുക്കറിലാണ് മനെ വെക്കുന്നത്. കുക്കറിൽ വെച്ചൊരു 3-4 ബിസിലടിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വേവ്. എന്നിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് സവാളയെല്ലാം വഴറ്റി എടുത്തിട്ട് നമുക്ക് അത് കോരിയിട്ട് കടുവൊക്കെ വറുത്ത് അതിനകത്തിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ശകലം ഉപ്പും കൂടെ അതിലോട്ടിടുന്നേ. അപ്പോൾ ഞാനിതിട്ടിട്ട് ഇതൊന്ന് ഇളക്കുവാണേ. ഒരു ശകലം ലേശം മസാലപ്പൊടിയും കൂടി ഇടുവാണ്. ഇട്ടിട്ട് ഞാനിത് നല്ല ഒന്ന് ഇളക്കുവാണ്. ഇളക്കി കുക്കറിനകത്ത് വെച്ചൊരു 5 ബിസിൽ. ഇപ്പോൾ വെള്ളം ചേർക്കണ്ട, ഈ ഇറച്ചിക്കകത്ത് വെള്ളം ഉണ്ട് മോനെ. ആ വെള്ളം അങ്ങ് ഇറങ്ങും. പിന്നെ വേണമെങ്കിൽ ഒരു ലേശം വെള്ളം വേണമെങ്കിൽ ഒരു മഞ്ഞപ്പൊടി പിടിക്കാൻ വേണ്ടി ഒരു ലേശം വെള്ളം തളിക്കാം. മതി മതി, അത്രയും മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഈ കുക്കറിനകത്ത് അങ്ങ് വയ്ക്കണം. ഇത് അമ്മച്ചി ഉണ്ടാക്കി തരുന്ന എനിക്കറിയത്തില്ലേ. ഇനി നോക്കിക്കോ, ഇതൊക്കെ കണ്ടു പഠിക്കണം. എവിടെയെങ്കിലുമൊക്കെ പഠിക്കാനൊക്കെ പോകുന്ന സമയത്തേ നിങ്ങളതൊക്കെ സ്വന്തമായിട്ട് പാചകം ചെയ്ത് കഴിക്കണം. അന്നേരം അതൊക്കെ പഠിക്കണം. അപ്പം ഞാൻ ബീഫ് കുക്കറിലോട്ട് ഇടുന്നേ. കുക്കറിലോട്ട് ഇട്ടു. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഊരിയിടുവാണേ. ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഇത് തൂവാതിരിക്കാനാണ് ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അപ്പോൾ മതി. കുക്കർ അടയ്ക്കുവാണേ. കുക്കറിലോട്ട് അടപ്പേ നമുക്ക് വെക്കാം ബീഫ്. ഗ്യാസ് കത്തിക്കുവാണേ. ഇനി എടുത്ത് വയ്ക്കട്ടെ. വെച്ചു. ഇനി അതെവിടെ ഇരുന്ന് 4-5 ബിസിലടിക്കണം. ബിസിലടിച്ച് കഴിഞ്ഞ് അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഉള്ളിയെല്ലാം റെഡിയാക്കാൻ പോവും. ഉള്ളി ഒരു 5 ഇറച്ചിയുടെ വേവ് പോലെ 5 ബിസിലടിക്കണം. അപ്പോഴത്തേക്ക് ഞാൻ ഉള്ളിയൊക്കെ എടുത്തെല്ലാം റെഡിയാക്കാം. ഉള്ളി വാട്ടട്ടെ. അതിനെ ഗ്യാസ് കത്തിക്കുവാണേ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. ഉള്ളി വാട്ടാനാണേ. ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ബീഫല്ലേ, നല്ല വെളിച്ചെണ്ണയൊക്കെ വേണ്ടേ. ഒരു 5 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മൂത്തോട്ടെ. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായിക്കോട്ടെ. ഞാൻ കടുക് ഇടുന്നേ. അപ്പോൾ കടുക് പൊട്ടി. അപ്പോൾ ഞാൻ 5-6 തേങ്ങ കഷ്ണം അരിഞ്ഞ് ഇടുവാണേ. ഇതൊരു 1 മുറിയുടെ ഒരു തേങ്ങ പൊട്ടിച്ച് 1 മുറിയുടെ പകുതിയുണ്ട്. ഇതൊന്ന് ചുമക്കണം. ചുമന്ന് കഴിയുമ്പോൾ അടുത്തതിടാം. അപ്പോൾ തേങ്ങ നല്ലപോലെ ചുമന്ന് വരുന്നു. ഇനിയിപ്പോൾ അതിലോട്ട് ഞാൻ ഇഞ്ചി ഇടുവാണേ. ഞാൻ എടുത്ത് കാണിച്ച ഇഞ്ചിയാണ്. പിന്നെ വെളുത്തുള്ളി, പിന്നെ 2-3 പച്ചമുളക് അരിഞ്ഞ് വെച്ചത് എല്ലാം നമ്മൾ കാണിച്ചതാണ്. ഇത് നന്നായിട്ട് ഇളക്കുവാണേ. ഇളക്കി ഇതെല്ലാം ഒരു ചെറിയ ഒരു ചുമപ്പ് വരുവാവണം. കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലിട്ടേ. ആ തണ്ടും കൂടെ ഇതോ ഇത് ബീഫിൻ്റെ മസാല ഉണ്ടാക്കുക. ബീഫിന് ഉള്ളിയെല്ലാം വഴറ്റി നമ്മൾ തേങ്ങാക്കൊത്തുമൊക്കെ ഇട്ട് ഇഞ്ചിയും അങ്ങനെ ഇതെല്ലാം നമ്മളിപ്പം എല്ലാം ഒന്ന് ചുമന്ന് വരുമ്പോൾ ഉള്ളി ഇടണം. തേങ്ങാക്കൊത്തും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളി അതെല്ലാം ഒരു ഈ പരുവായി. ചുമപ്പ്, ചെറിയ ഒരു ചുമപ്പ് പരുവായി. ഇനിയിപ്പോൾ അതിലോട്ട് സവാള, ഇട്ടു. ഞാൻ പിന്നെ കുറച്ച് കൊച്ചുള്ളി ഉണ്ടല്ലോ, കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ കൊച്ചുള്ളിയും കൂടെ ഇടുവാണേ. കൊച്ചുള്ളി ഇട്ടാൽ ഇറച്ചിക്ക് ടേസ്റ്റ് കൂടും. ഇറച്ചിക്ക് നല്ല കടല വയ്ക്കുമ്പോഴായാലും എല്ലാം കൊച്ചുള്ളിയാണ്
കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് കൊച്ചുള്ളി ഇട്ട് വെക്കുമ്പോഴാണ്. അത് അമ്മച്ചി കൊച്ചുള്ളി ഇടുന്നത്. കൊച്ചുള്ളി ഇല്ലാത്തപ്പോൾ ഞാൻ പറയത്തില്ല കൊച്ചുള്ളിയില്ല കടലക്കറി വെക്കുന്നില്ല എന്ന് പറയുന്നത് അതാണ്. അതിനൊക്കെ കടലയ്ക്കും എല്ലാം കൊച്ചുള്ളിയാണ് നല്ലത്. ഉള്ളി ഇളക്കി വെക്കുവാണ്. ഉള്ളി നല്ലപോലെ വാടുന്നുണ്ട്. ഉള്ളി വാടി കഴിയുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഇതിനകത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് വേണം ബീഫ് കോരി ഇടാൻ. ബീഫ് ഏകദേശം ഒരു മഞ്ഞ കളർ പോലെ. ഇപ്പോൾ ഒരു മഞ്ഞ കളറായി. പിന്നെ ബ്രൗൺ പോലെ. അതിനിപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് ഇതാവണം വേണം. ഇച്ചിരി കൂടെ ഒന്ന് വാടണം ഉള്ളി. ഇച്ചിരി കൂടെ വാടിക്കഴിയുമ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് മസാല എല്ലാം ഇട്ടിട്ട് അത് ഇളക്കി നല്ലപോലൊരു ചൂടാവണം. നല്ലപോലെ ചൂടാവണം. ചൂടിക്കഴിയുമ്പോൾ ബീഫ് ഇതിനകത്ത് കുടഞ്ഞിടണം. കുടഞ്ഞിട്ട് കുറച്ച് നേരം അതിലിരുന്ന് കുറച്ച് നേരം ഇരുന്ന് അരപ്പൊക്കെ ഒന്ന് ബീഫെ പിടിച്ച് ശകലം ഉള്ളിയും മുളകും എല്ലാം കൂടെ ഒന്നുകൂടെ അരിഞ്ഞ് കടുവ് വറുത്ത് നല്ലതായിട്ടൊന്ന് കടുവ് വറുത്ത് ഇടണം. അപ്പോൾ അടിപൊളി ബീഫ് കറിയാവും. ഇനിയിപ്പോൾ ഞാൻ മുളകും മല്ലിയൊക്കെ അപ്പോഴേ മുളക് പൊടി ഇടുവാണേ. അതൊക്കെ ആവശ്യത്തിന് ഇടണം. എരിക്ക് ആവശ്യത്തിനുള്ളത്. ഇപ്പോൾ എൻ്റെ എരിക്കുള്ള ആവശ്യത്തിന് ഞാൻ ഇടുന്നത് 3.5 സ്പൂണ് മുളക് പൊടി ഞാനിട്ടു. ഇനി അടുത്തത് മല്ലിപ്പൊടി ഇടുവാണേ. 2.5 സ്പൂണും മല്ലിപ്പൊടി ഇട്ടു. കുരുമുളക് പൊടിച്ചതവിടെ വെച്ചു. ഇപ്പം മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് നല്ലതുപോലെ അതിൻ്റെ പച്ചമണം പോകണം. അത് ചൂടാവണം. എന്നെങ്കിലേ അതിൻ്റെ രുചി വരുത്തുള്ള ഇറച്ചിക്ക്. പച്ചമണം ഉണ്ടെങ്കിലേ അതൊരിതാവത്തില്ല. നല്ലപോലെ ഒന്ന് ചൂടായിക്കോട്ടെ. പിന്നെ എരിയൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് വേണം ഇടാൻ. മുളകും മല്ലിയൊക്കെ ഇടാൻ. ഞാൻ എൻ്റെ പരുവത്തിനുള്ള എരിയാണ് ഇട്ടേക്കുന്നത്. അപ്പം ഞാൻ ഇറച്ചി വെന്തോന്ന് നോക്കട്ടെ. അപ്പോൾ ഇറച്ചി വെന്തിട്ടുണ്ട്. പിന്നെ ഇറച്ചി എടുത്ത് ഞാൻ അരപ്പിലോട്ട് ഇടാൻ പോവാണേ. വെന്തു നല്ലപോലെ വെന്തു. നമ്മളങ്ങനെ വെള്ളമൊന്നും ഒഴിച്ചില്ലായിരുന്നു. വെള്ളം ഒഴിച്ചില്ല. ഇറച്ചിക്കകത്ത് വെള്ളമുണ്ട് മോനെ. ആ വെള്ളത്തിലാ ഇറച്ചി വേവുന്നു. അതോടെ നമ്മൾ അങ്ങനെ ഇടുമല്ലേ? അങ്ങനെ ഇടും. ആ വെള്ളത്തിലാണ് നമ്മൾ ഇടുന്നത് ഇറച്ചി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. ഇതിലുണ്ടല്ലോ വെള്ളമുണ്ട്. ഈ വെള്ളം മതി. അപ്പം ഞാൻ ഇതിലോട്ട് കുരുമുളക് പൊടി ഇടുവാണേ. ഒരു 1.5 സ്പൂൺ കുരുമുളക് ഇട്ടു. അടുത്ത് ഇനി എന്തുവാ? ഇനി മസാലപ്പൊടി. 1.5 സ്പൂൺ. ചെറിയ സ്പൂണാണ്. 2 കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി അടച്ച് വെക്കും. ഇനി അതിൻ്റെ അരപ്പെല്ലാം ഇറച്ചിയാലൊന്ന് തിളച്ച് പിടിച്ച് താവട്ടെ. ഉപ്പും കൂടെ ഒന്ന് ശകലം നോക്കി വെച്ച്. കണ്ടല്ലോ ഇറച്ചിയുടെ കളറ് കണ്ടല്ലോ. ഉപ്പുണ്ടോയെന്ന് നോക്കി വെച്ച്. അല്ലെങ്കിൽ പിന്നെ ഉപ്പിട്ടാൽ ശരിയാവത്തില്ല. ഇപ്പം തന്നെ ഉപ്പ് നോക്കണം. അരപ്പിന് ഉപ്പുണ്ടോയെന്ന് ഇപ്പം തന്നെ. ഉപ്പ് പിടിക്കണം ഇറച്ചിയാൽ. ഉപ്പ് എരിയും എല്ലാം പിടിക്കണം നല്ലപോലെ. ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ച് നമുക്ക് ഇനി എന്തോ മുളകോ? ഇനി വെറ്റില മുളക് ഒന്നിച്ച് നോക്കുന്ന ഉടനെ അതിലോട്ട് ഇറച്ചിയിലോട്ട് കോരി ഒന്നിടും. കേട്ടോ നിങ്ങൾക്ക്. ഇപ്പോൾ കടുക് വറുത്ത് കഴിഞ്ഞു. ഇതിലോട്ട് ഒഴിക്കുവാണേ. കണ്ടല്ലോ. ഈ മോന് ശകലം കൊടുത്തു നോക്കട്ടെ. മോൻ അതിൻ്റെ ടേസ്റ്റൊക്കെ മോനാണ് നോക്കുന്നത്. മോന് കൊടുക്കട്ടെ. അപ്പോൾ മോന് ടേസ്റ്റ് നോക്കാൻ ഇച്ചിരി കൊടുക്കട്ടെ. കുറച്ചെടുത്താൽ മതി. നമ്മൾ രണ്ടല്ലേ ഉള്ളൂ. ഇച്ചിരി എടുത്താൽ മതി. ഇപ്പോൾ മോന് കൊടുക്കട്ടെ. ചൂടാ, നല്ല ചൂടാ. ഇപ്പോൾ മോൻ ടേസ്റ്റ് നോക്കിക്കോ. എന്നാ നോക്ക് ചൂടുണ്ട്. കൈ കൊള്ളരുത്.
എങ്ങനെയുണ്ട്? അടിപൊളി. ഏ അടിപൊളി. അടിപൊളിയാണല്ലോ. ഒന്നും പറയില്ല. സൂപ്പർ. ഉപ്പായാലും എല്ലാം കറക്റ്റ്. എരിയും എല്ലാരും ഇതുപോലെ ചെയ്ത് നോക്കട്ടെ. ശരിയാ. അതുകൊണ്ട് എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് എല്ലാവർക്കും വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും.